തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് കേട്ടുകഴിവില്ലാത്ത ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിവാഹേതര ബന്ധം ചോദ്യം ചെയ്തതിന് സൈനികനെയും മുൻ സൈനികനായ പിതാവിനെയും ഭാര്യയും കാമുകനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി. എന്നാൽ ഇതിലും ദാരുണമായ വസ്തുത മറ്റൊന്നാണ്. പിതാവിന്റെ മൃതദേഹം ഉപേക്ഷിക്കാൻ ഈ കൊലപാതകികൾക്ക് കൂട്ടുനിന്നത് 10 വയസ്സുകാരനായ സ്വന്തം മകനാണ്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് കൃഷ്ണഗിരി രായക്കോട്ട റോഡിലെ കൊടുകൂർ മേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ 2 പുരുഷ മൃതദേഹങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. പരസ്പരം 1 കിലോമീറ്റർ വ്യത്യാസത്തിൽ റോഡരികിലും മാവിൻ തോട്ടത്തിലുമായാണ് സമാന രീതിയിലുള്ള മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. ഈ അസ്വാഭാവികത മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൃഷ്ണഗിരി SP തങ്കദുരയുടെയും DIG സന്തോഷിന്റെയും നേതൃത്വത്തിൽ 5 പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികനായ ബാലഗുറി സ്വദേശി മഹേഷ് കുമാറും അദ്ദേഹത്തിന്റെ പിതാവും മുൻ സൈനികനുമായ ചെല്ലപ്പനുമാണെന്ന് തിരിച്ചറിഞ്ഞത്. മഹേഷ് കുമാറിന്റെ ഭാര്യ ഭാനുപ്രിയയുടെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത്. പോലീസിന്റെ തന്ത്രപ്രധാനമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ബെല്ലാറംപള്ളി മേഖലയിൽ നിയമവിരുദ്ധമായി മദ്യവിൽപ്പന നടത്തിയിരുന്ന ഭാനുപ്രിയയ്ക്ക് സ്ഥിരമായി മദ്യം വാങ്ങാനെത്തിയിരുന്ന 20-കാരനായ പൂവരശൻ എന്ന ഡ്രൈവറുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു. ഇതറിഞ്ഞ് അവധിയെടുത്ത് നാട്ടിലെത്തിയ മഹേഷ് കുമാർ ഭാര്യയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ ഈ ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ദമ്പതികൾ തമ്മിൽ വലിയ കലഹമുണ്ടായി. വിവരമറിഞ്ഞ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പൂവരശൻ ഇവരുടെ വീട്ടിലെത്തി. തുടർന്നുണ്ടായ സംഘർഷത്തിൽ പൂവരശൻ മഹേഷ് കുമാറിനെയും ബഹളം കേട്ട് ഓടിയെത്തിയ പിതാവ് ചെല്ലപ്പനെയും ഒരേ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. രക്തം പുരണ്ട തറ തുണികൾ കൊണ്ട് വൃത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി കെട്ടി. തുടർന്ന് നടന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഭാനുപ്രിയയുടെയും മഹേഷ് കുമാറിന്റെയും 10 വയസ്സുകാരനായ മൂത്ത മകനെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിലെത്തി സ്വന്തം അച്ഛന്റെ മൃതദേഹം അടങ്ങിയ ചാക്ക് പിടിച്ചുകൊള്ളാൻ ആവശ്യപ്പെടുകയായിരുന്നു. കൊടുകൂർ മേഖലയിൽ മൃതദേഹം എത്തിച്ച ശേഷം പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ വാങ്ങി കത്തിച്ചു. പിന്നീട് തിരികെ വീട്ടിലെത്തി സമാനമായ രീതിയിൽ തന്റെ മുത്തച്ഛനായ ചെല്ലപ്പന്റെ മൃതദേഹവും ഈ കുട്ടിയുടെ സഹായത്തോടെ മാവിൻതോട്ടത്തിലെത്തിച്ച് തീയിടുകയായിരുന്നു. കൊലപാതകം നടത്തിയ പൂവരശൻ ഗൂഢാലോചന നടത്തിയ ഭാര്യ ഭാനുപ്രിയ കൂടാതെ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാൻ സഹായിച്ച 10 വയസ്സുകാരനായ മകൻ എന്നിവരുടെ അറസ്റ്റ് കൃഷ്ണഗിരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിമിഷത്തെ വികാരത്തിന് അടിമപ്പെട്ട് സ്വന്തം കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ ഈ സംഭവം സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.